കേരളത്തിൽ അർജന്റീനയും അതുപോലെ മെസ്സിയെയും നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ വരുന്ന മെസ്സിയുടെയും സംഘത്തിൻ്റെയും എതിരാളികൾ ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ആരാധകർ. കളിയരങ്ങുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മെസ്സിയുടെ വരവ് തന്നെയാണ്. ഇന്ത്യൻ ടീമും കേരള ബ്ലാസ്റ്റേഴ്സും കളിക്കട്ടെ എന്നാണ്. ഇന്ത്യൻ ടീം കളിക്കണം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കണം എന്നാണ് ഫുട്ബോൾ ആരാധകർ പറയുന്നത്. അർജന്റീനയുടെ ഒരു മത്സരം പ്രതീക്ഷിച്ചിരുന്ന കാൽപന്ത് പ്രേമികൾക്ക് ഇരട്ടി മധുരമായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഈ പ്രഖ്യാപനം. അർജന്റീനിയൻ നാഷണൽ ടീമിന് കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജന്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ ആരായിരിക്കും നീലപ്പടയുടെ എതിരാളികളെന്ന് തലപൂക്കുകയാണ് ഫുട്ബോൾ ലോകം. വിശ്വം കീഴടക്കിയെത്തുന്ന മെസ്സിക്കും സംഘത്തിനും ശക്തരായ എതിരാളികൾ വേണം. എന്നാൽ മാത്രമേ മലയാളികൾക്ക് ലോകോത്തര ഫുട്ബോളിന് സാക്ഷിയാകാൻ കഴിയൂ. ചിരവൈരികളായ ബ്രസീലിനെ കൊണ്ടുവന്നൂടെ എന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ഇന്ത്യൻ ടീം മോശമല്ലല്ലോ, നമ്മുടെ ടീമിനെ തന്നെ കളത്തിലിറക്കാമെന്ന അഭിപ്രായക്കാരുമുണ്ട്. എന്നാൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള അന്തരം വിദൂര സാധ്യതകളെപ്പോലും തള്ളിക്കളയുന്നു. ഒരു മത്സരത്തിൽ എതിരാളിയായി ഏഷ്യൻ രാജാക്കന്മാരായ ഖത്തറിന്റെ പേര് അത്ര എളുപ്പം തള്ളിക്കളയാനാവില്ല. ഓസ്ട്രേലിയ, സൗദി, ജപ്പാൻ, ഇറാൻ എന്നീ പേരുകളാണ് പിന്നാലെ കേൾക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച എതിരാളിയുണ്ടോ എന്ന് രസകരമായ കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ കാണാം. അർജന്റീനയുടെ വരവ് സംസ്ഥാന സർക്കാർ ഉറപ്പിച്ചെങ്കിലും എതിരാളികൾ ആരായിരിക്കുമെന്നത് സസ്പെൻസായി തുടരുകയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തിൽ അർജന്റീന ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷമേ എതിരാളിയെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് കടക്കൂ. അതുവരെ ആരാധകരുടെ ചർച്ചകൾ തുടരട്ടെ. പീറ്റർ, സ്പോർട്സ് ഡെസ്ക്, 24.